ദൈവത്തിൻ്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 40-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുക്രിസ്തു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുകയും അവരെ കൈക്കൊണ്ട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു എന്ന് തന്നെ വിമർശിച്ച പരീശന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് മറുപടി പറയുന്നതാണ് ഈ വേദഭാഗ പശ്ചാത്തലം. 3 ഉപമകളാണ് കർത്താവ് അവരോട് പറയുന്നത്. അതിൽ 3-ാമത്തെ ഭാഗമാണ് തിരുവചന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. മുടിയനായ പുത്രന്റെ ഉപമയാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ ഉപമകളിൽ നിന്നും ഇത് വ്യത്യസ്തത പുലർത്തുന്നു. കാണാതെ പോയ ആടിന്റെയും കാണാതെ പോയ നാണയത്തിന്റെയും കഥയാണ് കർത്താവ് ആദ്യം പറയുന്നത്. വഴിതെറ്റിപ്പോയാൽ അല്ലെങ്കിൽ കൈവിട്ടു പോയാൽ വിവേകത്തോടെ ചിന്തിച്ച് മടങ്ങി വരാൻ കഴിവില്ലാത്ത 2 വസ്തുക്കളാണ് ആദ്യത്തെ 2 ഉപമകളിലും ഉള്ളത്. എന്നാൽ 3-ാമത്തേത് എല്ലാ കഴിവും വിവേകവും ബുദ്ധിയും നൽകി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ പറ്റിയാണ് കർത്താവ് പറയുന്നത്. ആദ്യത്തെ 2 ഭാഗത്തും കാണാതെ പോയതിനെ അങ്ങോട്ട് തിരഞ്ഞു ചെല്ലുന്ന ഒരു ഉടമസ്ഥനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ 3-ാമത്തെ ഭാഗത്ത് കാത്തിരിക്കുന്ന ഉടമസ്ഥനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അപ്പൻ തന്റെ മകനെ അകലെ നിന്ന് കണ്ടു. അതിനർത്ഥം നിത്യവും അവൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ആ അപ്പൻ കാത്തിരിക്കുന്നത്. നോമ്പിന്റെ ഈ നാളുകളിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ഇത്തരമൊരു മടക്കമാണ്. എവിടെ വെച്ച് നിനക്ക് തെറ്റിപ്പോയോ അവിടേക്ക് നിനക്ക് മടങ്ങി വരുവാനുള്ള അവസരമാണ് ഓരോ നോമ്പും. നിന്റെ മടങ്ങി വരവിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് നീ ശൂന്യനായി മടങ്ങി വരണം. ഉപമയിൽ നമുക്ക് കാണാം, അപ്പന്റെ കയ്യിൽ നിന്ന് തന്റെ വിഹിതം വാങ്ങിപ്പോയ അവൻ അതെല്ലാം ഇല്ലാതെയാക്കി ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും നിവർത്തിയില്ലാതെയാണ് മടങ്ങി വരുന്നത്. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പിൻബലം മാത്രമായിരുന്നു അവനിൽ ഉണ്ടായിരുന്നത്. തികച്ചും ശൂന്യമാക്കപ്പെട്ട ഒരവസ്ഥ. നമ്മുടെ മടങ്ങിവരവും ഇപ്രകാരമായിരിക്കണം. പണത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ പിൻബലം നിനക്കുണ്ടെങ്കിലും അതിലൊന്നും ദൈവം പ്രസാദിക്കയില്ല എന്ന ചിന്തയിൽ നീ മടങ്ങി വരണം. ഇതിനെയെല്ലാം ഉപേക്ഷിച്ച് വെറും പച്ചയായ ഒരു മനുഷ്യനായി മടങ്ങി വരുന്ന നിന്നെയാണ് കർത്താവ് കാത്തിരിക്കുന്നത്. ആ നിന്നിലാണ് അവൻ പ്രസാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അനുതാപത്തോടെ മടങ്ങി വരണം. 21-ാം വാക്യത്തിൽ തന്നെ ആലിംഗനം ചെയ്യുന്ന അപ്പനോട് മകൻ ഇപ്രകാരം പറയുന്നു, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ്. ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന നാമും ഇതുപോലെ നമ്മുടെ തെറ്റുകളെ പറ്റി ബോധ്യമുള്ളവരായിരിക്കണം. പലപ്പോഴും നാം നമ്മുടെ യോഗ്യതകളെ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നവരാണ്, അതിൽ പ്രശംസിക്കുന്നവരുമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ അടുക്കുമ്പോൾ നമ്മുടെ നിസ്സാരതകളും കുറവുകളും തെറ്റുകളുമാണ് നാം ഏറ്റുപറയേണ്ടത്. ആരാധനകളിൽ മുടങ്ങാതെ പങ്കെടുക്കുകയോ പുറമെ ഭക്തിമയമായി ജീവിക്കുന്നതുകൊണ്ടോ സൗന്ദര്യം, പഠിപ്പ് ഇതൊക്കെ ഉണ്ടെന്ന പേരിലോ ഒന്നും ദൈവത്താൽ ചേർത്ത് നിർത്തപ്പെടുന്നില്ല. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന കുറ്റബോധത്തിൽ അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ അനുതാപത്തോടെ മടങ്ങി വരുന്നവനെയാണ് ദൈവം ചേർത്ത് നിർത്തുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. നോമ്പിന്റെ ഈ നാളുകളിൽ നാമും മാനസാന്തരത്തോടെ സ്വർഗരാജ്യത്തിനായി വാഞ്ചിച്ച് മടങ്ങി വരണം. അത്തരത്തിൽ ശൂന്യമാക്കപ്പെടുന്നതിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അനുതാപത്തോടെ ഞാനും നിങ്ങളും മടങ്ങി വന്നാൽ നമ്മുടെ തെറ്റുകളെ എല്ലാം ഓർക്കാതെ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. ആ പിതാവിൽ ചേർത്ത് നിർത്തപ്പെടുവാൻ നമ്മൾക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.